നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് TV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കോട്ട ചേട്ടാ, പ്രസാദ് ചേട്ടാ. നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. പ്രകാശം പരക്കട്ടെ. ജീവിതത്തിൽ വെളിച്ചം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, കളേഴ്സ് എല്ലാം വരട്ടെ. കാര്യം നമ്മളിപ്പോ ഒരു കുടുംബമാണല്ലോ. എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പടക്കം പൊട്ടുന്ന പോലെ ഒരു സ്കിറ്റ് അങ്ങോട്ട്. അതെ, പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു ഓഡിയൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഫ്ലവേഴ്സ് TV നിൽക്കുന്ന സ്ഥലം, അതായത് മണിയുടെ നിവാസികള്, ചേച്ചിമാര്, അമ്മമാര്, കുട്ടികള്, ചെറുതുകൾ എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഈ എപ്പിസോഡ് ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ്. ദീപാവലിയായിട്ടുള്ള ബന്ധപ്പെട്ട സ്കിറ്റുകളായിരിക്കും. പടക്കം പൊട്ടുന്ന ഒരാഴ്ച ആദ്യം എടുക്കട്ടെ. ടീം മാസ്, മനോജ് വലഞ്ചുഴി, അജേഷ് റാണി, സുമി. ഒരു ദീപാവലി സ്കിറ്റ് ശശികല ചാർത്തിയ ദീപാവലിയും കാർത്തിക വർണ്ണാഭരണം കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം ഒരു കൈത്തിരി നെയ്ത്തിരി വിടരും യാമം മരമരുളു പൊരുളു ഉയരും ഉണരും ദേവി തനനം തനനം. ദൈവമേ, നല്ലൊരു ദീപാവലിയാ. ഈ വെളിച്ചം പോലെ എൻ്റെ ജീവിതത്തിലും എന്നും ഇത് നിലകൊള്ളണേ. നിലകൊള്ളണ്ട, നിലത്തിരുന്ന് നിലകൊണ്ടാ മതി. ഞാനേ എന്താഘോഷം ഉണ്ടെങ്കിൽ നല്ലതായിട്ട്, സന്തോഷമായിട്ട്, ആർഭാടമായിട്ട് ഉല്ലസിച്ച് അങ്ങ് ആഘോഷിക്കും. അങ്ങനല്ലേ വേണ്ടുന്നത്? വൈകിട്ട് എല്ലാവരും വീട്ടിൽ വരണം കേട്ടോ. ഞാൻ ചേട്ടനിട്ട് പൊട്ടിക്കുന്ന കാണാം. ഞാൻ ചേട്ടനും ഞാനും കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാം. ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ദൈവമേ, ദീപാവലിക്ക് എന്തോ ആഘോഷമാരെന്നറിയാമോ? എൻ്റെ കെട്ടുതാലി പണയം വെച്ചിട്ട് ആഘോഷിച്ചത്. ഈ വർഷം കുറഞ്ഞ രീതിയിൽ ഈ തറവാട് മുടിപ്പിച്ചായാലും ഞാൻ ആഘോഷിക്കും. ശരണ്യ ബിന്ദുവിൻ്റെ അടുത്ത് നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റൂ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാരും വൈകിട്ട് വരണം. തം തനനനം 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 ശശികല ചാർത്തിയ ദീപാവലയം തന്തന 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 തന്തന. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമാടാ ഇത്. മനുഷ്യൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതി പെരക്കി ചുറ്റും തീയിട്ട് വെച്ചു. കഷ്ടമാടി ഇത്. എന്തോ ദൈവമേ, വന്നു ഉണ്ട തീ പിടിക്കാൻ കാര്യമായി പോയി. വേലിക്ക മുതൽ ഇവിടെ വരെ കത്തിച്ചു വെച്ചേക്കുന്നതിന് ദീപാവലി അല്ലയോ, കുറച്ചും കൂടി മൺചിരാത് വേണമായിരുന്നു. ഞാൻ നമ്മുടെ ഗോപുരത്തിലും മേൽക്കൂരയിലും എല്ലാം ഇങ്ങനെ നിരത്തി കത്തിക്കാനായി. ഭാഗ്യം ഈ തവണ മൺചിരാത. കഴിഞ്ഞ വർഷം ദീപാവലിക്ക് പണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വീട്ടുമുറ്റത്ത് പന്തം കത്തിച്ച് വെച്ചേക്കുന്നു. ദീപാവലി എന്റെ ദൈവമേ, മുണ്ടും മടക്കി കുത്തി ആ പന്തം ചാടിക്കടന്നിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. ഞാൻ കരുതി എന്റെ ആഘോഷമല്ല അതോടുകൂടി കരുതുന്നു. എന്ത് വയാലും മൺചിരാതൽ ഒതുക്കിയത് കാര്യമായി പോയി കേട്ടോ. പിന്നെ ആഘോഷിക്കേണ്ട ദീപാവലിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കണം. എടി, ദീപാവലിയൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരടി ആഘോഷിക്കുന്നത്. കണ്ടോ കണ്ടോ, ഈ വേറെ കൃത്യം കണ്ടോ? നമ്മൾ മലയാളികൾക്ക് എന്താ ആഘോഷിച്ചാല് കലണ്ടർ അവധി ഉണ്ടല്ലോ. അത് സർക്കാർ ജോലിക്കാർക്ക് ഒരു അവധി കിട്ടാൻ വേണ്ടി ചുമ്മാ ചുവന്ന വഴി ഇട്ടേ. ഞാൻ ഓണമായാലും സംക്രാന്തി ആയാലും ഞാൻ ആഘോഷിക്കും. നീ ആഘോഷിക്കും? എല്ലാം ആഘോഷിക്കും. എന്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയി. അതുവരെ ആഘോഷിച്ചവളായി. അതങ്ങനെ നിങ്ങൾ എന്റെ സൈഡും കൂടെ നിന്നിട്ട് നിങ്ങൾ സംസാരിക്കണം. അത് ഞാൻ ആഘോഷിച്ചതാണോ? ചേച്ചി തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവിടെ പൊങ്കല. നല്ല രസമാണ് ഈ പൊങ്കൽ. ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഞാൻ വിട്ടായിരുന്നു. പൊങ്ങി പൊങ്ങി വരുന്നത് കാണണമായിരുന്നു. അത് കണ്ടിട്ട് എന്റെ കൈ ഇങ്ങനെ പൊങ്ങി 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 വന്ന കണ്ടായിരുന്നു. ഈ ഒറ്റക്കണ്ണ് അടച്ചു വെച്ചേക്കുന്നോണ്ട് ലക്ഷ്യം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പോട്ടത്. കൊറേ നേരമായി എന്നെ ആക്കാൻ തുടങ്ങിയിട്ട്. അത് തന്നെ ഞാനും പറയുന്നത്. എടി, പണി കഴിഞ്ഞ് വന്നിട്ട് കൊറേ നേരമായി. ഒരു ചായ ഉണ്ടാക്കി തരണല്ലോടി. ഓജോ അണ്ണ, മറന്നുപോയി. എന്തുവാ? ചായ ഇടാൻ മറന്നുപോയി. ഇത്രയും വിളക്ക് കത്തിച്ച നീ അടുപ്പ് കത്തിക്കാൻ മറന്നുപോയി. കൊള്ളാമല്ലോടി നീ. നിനക്ക് എന്തായാലും ഉത്തരവാദിത്വം ഉണ്ടോടി എനിക്ക് ചായ ഇട്ട് തരാൻ? ഞാൻ ഇട്ട് കുടിച്ചോളാം. എനിക്കറിയാം. വാങ്ങിച്ചോ? എന്തുവാ? എന്തുവാ ദീപാവലിയായിട്ട് എന്തുവാടി പടക്കം വാങ്ങിച്ചോന്നു? പിന്നെ ദീപാവലിയായിട്ട് ഞാൻ നിനക്ക് പതക്കം വാങ്ങിച്ചാൻ പോയില്ലേ? പടക്കമല്ലെന്ന്, പിന്നെ പൊട്ടിക്കുന്ന പടക്കം മേടിച്ചോന്ന്. വാണേ എന്റെ പണിയെല്ലാം നോക്കണേ. പടക്കം വാങ്ങിച്ചില്ലയോ? എന്തുവാ? എന്നോട് പറഞ്ഞില്ല. എന്തുവാ? ചവിട്ടുമ്പോ BP വെക്കുന്ന ഷൂ വാങ്ങിച്ച എന്നോട് പറഞ്ഞില്ല. പടക്കം മേടിച്ചോണ്ട് വന്നത് ഞാൻ പണിക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ച് പറഞ്ഞു
പറഞ്ഞല്ലേ ഞാന് കൊച്ചു പിള്ളേരുടെ കൂട്ട് കിടന്ന് ചിണുങ്ങല്ലേ. എടി ഞാൻ രാവിലെ 8 മണിയായപ്പോ ഇച്ചിരി കട്ടൻ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോകാനാ ഞാൻ. ആ വെയിലത്ത് ദേഹം മൊത്തം വേർത്ത് ശരീരത്ത് ഷർട്ട് പൊട്ടിച്ച് ഞാൻ കല്ല് പൊക്കിയപ്പോ കക്ഷവും കീറി നാട്ടുകാരെയും കാണിച്ച് വെയിൽ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പടക്കം വാങ്ങിച്ച് പൊട്ടിച്ച് കളയാനാണോടി? എത്ര രൂപയുടെ പടക്കം വേണം? അപ്പുറത്തെ ശരണ്യെ പൊട്ടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേണം. പിന്നെ വേറൊരു കാര്യം, നിന്നോട് കാര്യം ഞാൻ പറഞ്ഞേക്കുവാ, ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള പെണ്ണുങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് തുള്ളരുത് കേട്ടോ. അവളുമാർ അങ്ങനെ പലതും അവിടെ ചെയ്യും, അതനുസരിച്ച് നീ തുള്ളരുത്. അവളെ കാട്ടി എത്ര പടക്കം കൂടുതൽ പൊട്ടിക്കും? എന്റെ കൂടെ എന്റെ സൈഡിൽ നിന്നും ആലോചിക്കുക. ഞാൻ അത്ര ഉത്തരവാദിത്വം ഇല്ലാതാണോ നിങ്ങളെ പണിക്ക് പറഞ്ഞു വിടുന്നത്? ഇന്ന് രാവിലെ 5 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റു. ഉണ്ടായിരുന്ന ചോറും കറിയും എന്തിനു പറയുന്നു മുട്ട വരെ പൊതിഞ്ഞ് കെട്ടി നല്ല സൂപ്പറായിട്ടാണ് ഞാൻ ജോലിക്ക് വിട്ടത്. അല്ലയോ എന്ന് ഇയാളോട് ചോദിച്ചു നോക്ക. എന്നിട്ട് ഞാൻ തിന്ന എന്തുവാന്നറിയാമോ? എന്തുവാ? ഞാന് വലിയ കാര്യത്തിൽ ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് പൊതി അഴിച്ചു നോക്കിയപ്പോഴേ ഇവിടെ ഒരു ബ്ലൗസ് പീസും ഒരളവ് ബ്ലൗസും തയ്യക്കട കൊടുക്കാൻ വെച്ചിരുന്നത്. എന്നിട്ടൊന്നും കഴിച്ചില്ലയോ? ആ കഴിച്ച് 2 ഹുക്കും നിന്നിച്ചിട്ട് വെള്ളം കുടിച്ചു. അത് പോട്ടെ ശരണ്യെക്കാട്ടി കൂടുതൽ പടക്കം മേടിക്കണം. മാത്രമല്ല മധുരം, അത് ഇത് ഈ ദീപാവലി ആകുമ്പോ നമ്മൾ കൊടുക്കാതിരിക്കുന്ന മോശം. ലഡുവും ജിലേബിയും ഒക്കെ വേണം. ചുമ്മാ കുഞ്ഞു കളിക്കല്ലേ. ആണ്ടടാ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലഡു ജിലേബിയൊക്കെ വാങ്ങിക്കാനായിട്ട് എന്റെ പൈസ എത്ര രൂപയുടെ ലഡുവും ജിലേബിയും വേണം? കുറെ മേടിച്ചു, എന്തായാലും 10-100 എണ്ണം മേടിച്ചോണം. വാങ്ങിച്ചിട്ട് വരാം. എന്തൊരു കഷ്ടപ്പാടാന്ന് പറഞ്ഞ ഈ ചേട്ടനുണ്ടല്ലോ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും എന്നെ ഭയങ്കര പേടിയാ. പുറത്തറിയത്തില്ല. ഞാൻ അങ്ങനെ നിർത്തുന്നത്. അതൊക്കെ ഒരു നേക്കുണ്ട് കേട്ടോ. അല്ലാതെ ചുമ്മാ എപ്പോഴും നമ്മൾ ചാടിക്കറി ഓരോന്ന് പറയരുത്. സർപ്രൈസ് ആയിരുന്നോ? സർപ്രൈസ്. പിന്നെ 4-5 കൊല്ലമായിട്ട് എല്ലാ ദീപാവലിക്കും മേടിച്ച് അവിടെ ഗേറ്റിന്റെ അവിടെ കൊണ്ടുവെക്കും. ഭയങ്കര സർപ്രൈസ്. എല്ലാവർക്കും കൊടുക്കണോ? എല്ലാവരും കൊടുക്കട്ടെ. ഇന്ന് ദീപാവലി അല്ലേ, എല്ലാവരും കൊടുക്കും. അവർക്കെല്ലാം കൊടുക്കും. വേണ്ട, ആർക്കും കൊടുക്കണ്ട. എന്റെ പൊന്നുമോള് തന്നെ തിന്നു. നമുക്ക് ഓരോ ദിവസം ഓരോന്നെടുത്ത് വെച്ച് തിന്നാം. നോക്കിയത് എന്തൊക്കെയുണ്ട്? കണ്ട വെറൈറ്റി സാധനം എന്തിയുടെ വെജാണോ അതോ നോൺ വെജാണോ? എന്തുവാ? എന്റെ പൊന്നോ, സമൂസേനെ ഓലപ്പടക്കം വന്നിട്ട് ഇതാണ് എലിവാണം. ഇതുണ്ട് ഇതെന്തോ? അത് എന്തൊക്കെ കത്തുമ്പോ തീ വരുന്നത് എന്തോ സാധനം. ഈ ചരട് ഇങ്ങനെ ചുറ്റും എന്റെ ചുറ്റിനും. അത് പടക്കത്തിന് പേടി, അതുകൊണ്ട് ചരട് ജപിച്ച് കെട്ടി. ഗുണ്ടാന്നത് ഗുണ്ട് ചരട് കൊണ്ട് വലിഞ്ഞല്ലേ കെട്ടുന്നത്. ഓ ചക്രവാണി ഉണ്ടോ? ചക്രവാണി അല്ല, പടച്ചക്രം ഉണ്ടോ? നമ്മൾ ഈ കത്തിക്കുമ്പോ വട്ടത്തി ഇങ്ങനെ കറങ്ങുമ്പോ നല്ല രസം, അത് ദൂരെ നിന്ന് കാണാന്. അതുണ്ടോ? ഈ എന്റെ പുറകെ വട്ടത്തിൽ കിടന്ന് കത്തുന്നത് പോരായോ? ഈ കൊടച്ചക്രം പിന്നെയും കത്തി അങ്ങ് കെടും. നീ കത്തി തുടങ്ങിയാ തീരുമോ? അത് എന്റെ പൊന്നോ മതി. 3-4 ഉണ്ട് കേട്ടോ. കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, ഇതാദ്യം എടുത്ത് സൈഡ് തിരിച്ചാ ശരണ്യയുടെ വീട്ടിലോട്ടൊന്നും കൂടി. ഒന്നാമത് അവിടെ ഭർത്താവ് ഒരു സംശയക്കാരനാ. ഇനി എന്റെ വേണോ അവന്റെ മുറ്റത്ത് എന്ന് വീണ് കിടക്കണം. അവള് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇങ്ങോട്ട് ഒരെണ്ണം കത്തിച്ച് ഇങ്ങോട്ട് വിട്ടായിരുന്നു. ആണോ? ഒരു കാര്യം ചെയ്യ്, ചരിച്ചൊരെണ്ണം തന്നെ അങ്ങോട്ട് വിട്. ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് മഞ്ജുവിന്റെ വീട്ടിൽ കൂടെ കേറിയിട്ട് രാജിയുടെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചുകൂടെ പറഞ്ഞു. ഇത് നമ്മുടെ ഇളയ ചെറുക്കനെ വിഷു കൈനീട്ടം വാങ്ങിക്കാൻ പറഞ്ഞു വിടുവല്ല. അവിടെ ഇവിടെ എല്ലാം ചെറുക്ക് തിരിച്ച് ഇവിടെ വരാനെ കൊണ്ട് ഇത് വിടുന്ന എങ്ങോട്ടാ പോകുന്ന എങ്ങോട്ടാന്ന് ദൈവം തമ്പുരാനെ അറിയാം. എന്തുവായാലും വിടണം, അത്രേ ഉള്ളു കാര്യം. എന്തായാലും മേടിച്ചില്ലയോ? പൊട്ടിക്കോറണം. ഐശ്വര്യമായിട്ടൊരെണ്ണം അങ്ങ് പൊട്ടിയിരെ. ചുമടങ്ങിരി. അതോ ചുമടങ്ങിരി. ഇപ്പൊ പൊട്ടിക്കണ്ടെന്ന് ചേട്ടാ. പൊട്ടിക്ക എന്തുവാ ചേട്ടാ? അവള് പൊട്ടിക്കുന്നതിനെക്കാട്ടി ആദ്യം നമുക്ക് പൊട്ടിക്കണം. ഈയടി ഇപ്പൊ പൊട്ടിക്കണ്ട. നമുക്കൊരു 10 മണിയായിട്ട് പൊട്ടിച്ചാൽ. അയ്യോ, അത്ര സമയമൊന്നുമില്ല. ദീപാവലിക്ക് 8 മണി മുതൽ 10 മണി വരെ അങ്ങാണ്ട് ഉള്ളു സമയം. അത് കഴിഞ്ഞ് പോലീസുകാർ സമ്മതിക്കത്തില്ലെന്ന്. നമുക്ക് പോലീസുകാർ ഉറങ്ങി കഴിഞ്ഞ് പൊട്ടിച്ചാലോ? അതാകുമ്പോ അവർ കേൾക്കത്തില്ല. നല്ല ഇപ്പൊ പൊട്ടിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ പൊട്ടിക്കത്തുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചാൽ എല്ലാവരുടെ പടക്കം തീരുമ്പോൾ നമ്മൾ ഇവിടെ പൊട്ടിച്ചു തുടങ്ങണം. എല്ലാരും ഇവിടെ ഒരെണ്ണം പൊട്ടിച്ചാൽ മതിയോ? ഒരെണ്ണം പൊട്ടി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കാം. ഒരെണ്ണം പൊട്ടി അല്ല വേണ്ട. നമുക്ക് പൊട്ടിക്കണോ? പൊട്ടിക്കാം. അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങോട്ട് പൊട്ടി. ഇവിടെ വെക്ക്. ഇത് സംഭവം ഇവിടെ പെണ്ണെ കത്തിക്കെട്ടി വെറുതെ പൈസ കൊടുത്ത് പേടി വാങ്ങിച്ചിട്ട് വന്നേക്കോ. ഇത് കത്തിക്കെട്ടു. ഇത് കത്തിച്ചില്ലെന്ന് പറഞ്ഞപ്പോ കത്തിയില്ലായിരുന്നു.
വെറുതെ പടക്കം പൊട്ടിക്കുക. എന്റെ എല്ല് പൊട്ടുന്നതല്ലാതെ ഒന്നുകൂടെ പൊട്ടിച്ചു നോക്കിക്കേ. ഒരു പൊട്ടിക്കുക ഞാൻ തരും കേട്ടോ. അവിടെ ഇരിക്കട്ടെ, പിന്നെ കാണാൻ മതി. അപ്പുറത്തെ പിള്ളേർ വല്ലതും വരുമ്പോഴേ അമ്മമാരെ കൊണ്ട് വല്ലതും പൊട്ടിക്കാതെ നടക്കുള്ളൂ. ഇത് കണ്ട് ഇത് ഇയാൾ മേടിച്ചു. പിന്നെ എന്തോ ഇത് മേടിച്ചത്? പേടിച്ചല്ലെന്ന് ഞാൻ വീണത് കണ്ടില്ലേ നീ? കണ്ടോ ഇപ്പൊ നമ്മളല്ല ഇപ്പൊ മറ്റേ അമ്മാവനൊക്കെ ഏത് ആഘോഷിച്ചാണ് ഇപ്പം. ഏതമ്മാവന്? നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള അമ്മ. അടി നോർത്ത് ഇന്ത്യയിലുള്ള അമ്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഈ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളാ. പുള്ളിക്ക് അറിയാം ഇതൊക്കെ പൊട്ടിക്കാനെ കൊണ്ട്. പുള്ളി അവിടുത്തെ ആചാരമായിട്ടൊക്കെ ഇടപഴകി പോകുന്ന ആളല്ലേ. ഈ ദീപാവലിക്ക് വിളിച്ചായിരുന്നു. ദീപാവലിക്ക് വിളിച്ചപ്പോ കിട്ടിയില്ലേ? കാരണം എല്ലാ ദീപാവലിക്ക് നമ്മൾ വിളിക്കും പുള്ളി കിട്ടത്തില്ല. പുള്ളി നല്ല തിരക്കുള്ള ആളല്ലേ. പോട്ടെ, അത് പുള്ളി ദൂരത്താന്ന് പറയാം. ഈ ചാരും കൂടെയുള്ള രാഘവമ്മാവനും ഇങ്ങോട്ടൊന്ന് വരാമല്ലോ. അയ്യോ, രാഘവനമ്മന് വരാൻ പറ്റത്തില്ല. എന്താ? രണ്ടമ്മാവന്മാര് വരാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വിഗ്ഗേ ഉള്ളൂ. അത്രയും ദൂരമല്ലേ ഉള്ളൂ. രാമാവൻ ഇടയ്ക്കൊന്ന് വരാമല്ലോ. രാഘവനമ്മാൻ എങ്ങനെയാ വരുന്നത്? രാഘവനമ്മാനാണെങ്കിൽ കൃഷിയുണ്ട്, മൊത്തം പയറാ. അമ്മാവൻ അനങ്ങാൻ പറ്റാതെ നിൽക്കുക. എന്ന് വെച്ചാൽ അയാളെ നാട്ടിയാണോ പടർത്തുന്നത് അങ്ങോട്ട് പയർ? ഇടി അമ്മാവന് ഒരുപാട് കൃഷിയില്ലേ? അമ്മാവന് പയറിന്റെ കൃഷിയുണ്ട്, പടവലത്തിന്റെ കൃഷിയുണ്ട്, കോവലിന്റെ കൃഷിയുണ്ട്, പാവയ്ക്കയുടെ കൃഷിയുണ്ട്. ഞാൻ കിടക്കുന്ന എല്ലാത്തിനും കൃഷിയുണ്ട് അമ്മാവന്. എന്നാലും പടക്കം മേടിച്ചിട്ട് പൊട്ടിക്കാത്ത എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞോട്ടെ. ഈ മെത്ത കൊണ്ട് തന്നില്ലേ? അവൻ ഇന്ന് കൊണ്ടുതരാന്നല്ലോ പറഞ്ഞു. ആ ചെറുക്കനെ ആഘോഷമായിട്ട് ആ ചെറുക്കൻ വീട്ടിൽ കഷ്ടമെന്ന് പറഞ്ഞു. അതെടുത്തു. പിന്നെ കാര്യം പറട്ടെ, ദിവാലിയായിട്ട് വേറെ സാധനം പറഞ്ഞു തരഞ്ഞോ. എന്തു? ആ ഇത് വാ. अरे शंकर जी, मैं गोबर जी। शंकर जी, ഞാൻ ഗോപാൽ ജി. അടിയിൽ എഴുതി കാണിക്കത്തില്ല, അതുകൊണ്ടാ. അരെ मैं केरला में आया है. ഞാൻ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ദില്ലി के एक आदमी मेरे को गुंडाइസം करने के लिए आया. ദില്ലിയിലുള്ള ഒരാള് എന്നോട് ഗുണ്ടായിസം കാണിക്കാൻ വന്നിട്ടുണ്ട്. तू उधर जाके उसका पाव तड़का पड़का വെട്ടി മുറിക്കണം ഹേ. നീ അവിടെ ചെന്നിട്ട് അവന്റെ കാല് വെട്ടി മുറിക്കണം ഹേ. ഞാൻ വരുമ്പോൾ അവന്റെ രണ്ടു കാലും കാണാൻ പാടില്ല ഹേ. ഇതൊക്കെ വലിക്കുന്നുണ്ട്. കുഴപ്പമില്ല, തട്ടിക്കളയാം. പിള്ളേർ കഞ്ഞി തരുമെന്ന് കോരി കുടിക്കാം. കുറേ നാളായി കയറുകെട്ടിലെ കിടന്നിട്ട് യാത്രാക്ഷീണമേ. എന്തൊരു പാടാന്ന് പറ. ചുമ്മാ പടക്കം. അയ്യോ അണ്ണാ, അണ്ണാ ഓടി വാ. ഒരു മേഘപാളി കെട്ടിരിക്കുന്നു. മേഘപാളി. അയ്യോ അയ്യോ അയ്യോ, എടീത് മേഘമാളിയല്ല, ഇത് ഗോപാലനമ്മാവൻ. എന്തൊരു ചിരി അമ്മ. ചിന്തി ചിരിച്ചത് അമ്മവാ അമ്മവാ അമ്മവാ. നീ പുതിയ അമ്മാനെ ഉണ്ടാക്കുവാന്നോ? അല്ലമ്മവാ, അമ്മാനെ കുറെ നാളായി കണ്ടിട്ട്. കുഴപ്പമില്ലമ്മ. എങ്ങനെയുണ്ട് ട്രെയിൻ യാത്രയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഈ ഗോപാൽജിക്ക് ട്രെയിൻ യാത്രയുടെ കാര്യം ചോദിക്കണ്ട. ഗോപാൽജി വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ട്രെയിൻ അവിടെ നിർത്തും. ഡ്രൈവർമാർ വരെ ഇറങ്ങി മാറും. ഞാനല്ലേ ഓടിച്ചോട്ട് വന്നത്. വടക്കേന്റെ മൊത്തം വ്യാപിച്ചു കിടക്കൂല്ലേ എന്റെ വിശേഷങ്ങള്. എന്ത് ഗോതമ്പാട് വരുന്നു? ഞാൻ അവിടെ മറ്റേ അതോ കോലത്തിലല്ലായിരുന്നു. ഏത് കോലം? അതോ കോലം. അതോ കോലത്തിലായിരുന്നു. അമ്മാന് കുടിക്കാൻ പാലെടുത്തു. പാല് വേണ്ട, പാല് വേണ്ട, പാല് വേണ്ട. അതങ്ങനെ പറയരുത്. ഇത്രയും യാത്രയൊക്കെ ക്ഷീണിച്ച് വന്നപ്പോ വന്ന ഒരു ഗ്ലാസ് പാല് കുടിക്കണം. പാല് വേണ്ട, പാല് വേണ്ട. പാല് കുടിക്കുമ്പോ എന്റെ മീശയും പാല് വേണ്ട. എനിക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ മീശ വലിച്ചു കുടിക്കേണ്ടി വരും. കടുപ്പത്തിൽ തേയില അരിക്കാതെ കട്ടൻ ചായ കൊണ്ട് കൊടുക്കും. എന്തിന്? അങ്ങനെങ്കിലും ആ മീശയുടെ കളറൊന്ന് മാറട്ടെ. കണ്ടൊക്കെ ചെറിയൊരു സാധനം എടുത്താൽ മതി. എത്ര നാളായി കണ്ടതല്ലേ? അമ്മനെ എത്ര ഉള്ളൂ അമ്മ? എനിക്കൊന്ന് 62 തോന്നുന്നു ഇവിടുന്ന് ഞാൻ വണ്ടി കയറുന്നത്. എന്താ കാരണം? എന്താ ഈ ബോംബെ പോകാനുള്ള? പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അമ്മാവൻ പോയിട്ടുണ്ട്. സംഭവം അറിയത്തില്ലല്ലോ. ഞങ്ങളെ കൊഞ്ഞില്ലായിരുന്നു. പഴയ കാര്യമൊന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. ശരി അമ്മ. ഞാൻ ഇനി പഠിത്തം കഴിഞ്ഞ് പണ്ടിച്ച് നിൽക്കുന്ന സമയത്തെ അമ്മാൻ എന്തോരം പഠിച്ചേ? അതെനിക്ക് ഓർമ്മയൊന്നുമില്ല.
പിന്നെ പഴയ കാര്യങ്ങൾ മറക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പൊ ഓർത്തിരിക്കുവാന്നത്. അത് ശരിയാ. ഈ പടത്തം കഴിഞ്ഞിരിക്കുന്ന സമയത്തേയും എന്റെ അമ്മ മാല പൊട്ടി ചെണ്ടി തന്നിട്ട് പറഞ്ഞ് എവിടെയെങ്കിലും രക്ഷപ്പെടാറുണ്ട്. അല്ലാതെ അവരുടെ കഴുത്ത കിടന്ന് മാല പൊട്ടിച്ചോണ്ട് ഓടിയതല്ല. അങ്ങനെ ഞാൻ നേരെ ബോംബെക്ക് വണ്ടി കയറാൻ പോയി. ഞാൻ അവിടുന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോ ട്രെയിൻ വിട്ടുപോയി. ഞാൻ പുറകെ ഓടി. എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു. ട്രെയിനിന്റെ പുറകെ ഞാൻ കാളം കൂളം കണ്ട് വെട്ട അതാ ഗുണനം. എന്റെ ട്രെയിനിൽ ഗേറ്റ് എടുത്താക്കത്. ട്രെയിനിന്റെ പുറയിലുള്ള ഗുണം അമ്മാവിട്ട് കൊടുത്താ. അങ്ങനെ ഇട്ട് കൊടുത്ത അമ്മാവിന്റെ ഒരു കാര്യം. അങ്ങനെ ഞാൻ നേരെ ബോംബെ ചെന്നിട്ടേ ഒരു മാർവാടിയെ നിർമ്മിച്ചെന്ന് ജോലിക്ക് കയറി. മലർവാടിയോ? മലർവാടിയല്ല, മാർവാടി. ഞാൻ ചെന്ന് കഴിച്ചപ്പോ ബോംബെ അവിടെ വലിയ ശാന്തമായിരുന്നു. ഞാൻ ചെന്ന് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഗുണ്ടയുടെ വിത്ത് പാകുന്നത്. അമ്മ വിത്ത് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയോ? ഗണ്ടയുടെ വിത്ത് എന്നല്ല പറഞ്ഞത്, ഗുണ്ടയുടെ വിത്ത്. അങ്ങനെ ഗുണ്ടായിസം ഉണ്ടാക്കിയത്. ഞാനാണ് അവിടെ ഗുണ്ടായിസം ഉണ്ടാക്കിയത്. ബോംബെ മൊത്തം എന്റെ കച്ചത്തിൽ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കില്ലേ ഞാന്. അതെങ്ങനെ സാധിക്കും? പിന്നെ ഒരു ഭൂപടം ചുരുട്ടി കച്ചത്തിൽ വെക്കാൻ എന്താ വെച്ചാൽ പാടത്ത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ബൈക്കിൽ പോയി അവിടെ ചെന്ന്. ബൈക്കിൽ പോയപ്പോ എന്റെ ഒരു ശത്രു വേറൊരു ബൈക്കിൽ വന്നിട്ടെ എന്റെ തൊടയുടെ ഇവിടുന്ന് വാള് വെച്ച് ഒരൊറ്റ കീറ. എന്നിട്ട് ഞാൻ ആശുപത്രി ചെന്നു. ഡോക്ടർ പറഞ്ഞ് തയ്ക്കണ്ട, അത് പോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ശത്രുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി എന്നെ മുട്ടുകാല് തീർത്ഥങ്ങാടിച്ചു. അത് ഞാൻ അങ്ങ് സഹിച്ചു. പിന്നെ എന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിഞ്ഞ പുറഞ്ഞങ്ങാടിച്ചു. അത് ഞാൻ അങ്ങ് സഹിച്ചു. കണ്ണ് കെട്ടിക്കൊണ്ട് നമുക്ക് ഏരിയ അറിയാത്തോണ്ട് സഹിക്കാൻ എനിക്ക് കണ്ണ് കെട്ടിക്കൊണ്ട് എന്നെ അന്ന് അടിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെ എന്നെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എന്നെ ഒരു പരുവത്തിലങ്ങാക്കി. അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. എന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ. ഇല്ല, ഞങ്ങൾ ഈ വെടിയടി എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെന്ന് പറഞ്ഞാലേ ബോംബെയിൽ ഇവിടുത്തെ പോലൊന്നും അല്ല. ബോംബെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ. എന്തിന്? അവിടെ വന്ന് നീ ഈ ഗോപാലന്മാരോട് ചോദിക്കരുത്. പിന്നെ ഗോപാൽജി ഉണ്ടോ ചോദിക്കണം. പിന്നെ നിന്നെ സ്പോട്ടിൽ കൊണ്ടുവിടും. കാപ്പ് പിടിക്കാൻ പറ്റും. അമ്മാനോടൊക്കെ അടക്കി ഭരിക്കുന്ന ആളല്ലേ? അമ്മ അവിടുത്തെ വെല്ലുവിളിയൊക്കെ എങ്ങനെ ആയിരിക്കും? എടാ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എങ്ങനെയാണെന്ന് അറിയാം. അരെ ചൊട്ടുമായി मैं आया वहां അപ്പുറത്ത് സുരേഷിന്റെ 3ാം ക്ലാസ് പഠിക്കുന്ന മോൻ ചുമ്മാ നോക്കി എനിക്ക് ആരോടെങ്കിലും വടക്കുണ്ടാക്കാനായിട്ട്. അങ്ങനെയായിരുന്നു ഞാൻ കൊച്ചു പിള്ളേരായിട്ടൊക്കെ വെറുതെ വടക്കുണ്ടാക്കി ദാദാജിയുടെ നല്ലൊരു വിശേഷ ദിവസം തന്നെ അമ്മ വന്നല്ലോ. അതാ വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ ദീപാവലി. ആയിട്ടേ ഞാൻ ഇവിടുന്ന് നാട് വിട്ട പിന്നെ എത്ര ദീപാവലി ഉണ്ടോ ആ ദീപാവലിക്കെല്ലാം ഞാൻ ബോംബെ നാട്ടിൽ വരും. ഇവിടുത്തെ പോലെ അല്ലടാ അവിടുത്തെ ബോംബെയിലെ ദീപാവലി എന്നൊക്കെ പറഞ്ഞു എന്തോ ഇരിക്കുന്നടാ കൊച്ചേ. അവിടെ നമ്മൾ തെരുവോരങ്ങളിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഡു, ജിലേബി, സമൂസ, വടാപ്പാവ്, പാവട എന്നൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് തിന്നാൻ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അത് ഈ ആവശ്യമില്ലാത്തൊക്കെ വലിച്ചു വാരി തിന്നുന്നതിന്റെ പടക്കം പൊട്ടിക്കുന്ന അവിടുത്തെ പടക്കം പൊട്ടി. അവിടുത്തെ പടക്കം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട്. അതുമായിട്ട് ഒരു വാണം പോകും. രണ്ടാമത്തെ സാധനം ശ്രദ്ധിച്ചു കേട്ടോ. മാനപ്പടക്കൊന്നുമില്ല. മാനപ്പടക്കം മുട്ട ഓംലെറ്റ് അടിക്കുന്ന ശബ്ദം കേൾപ്പിക്കണം. മിമിക്രി ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെയാണ് അവിടെ ദീപാവലി ആഘോഷിക്കുന്നത്. വന്നു ഫാമിലിയൊക്കെ. ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു ഹിന്ദിക്കാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. മക്കളെന്ന് പറഞ്ഞാൽ മൂത്ത മോൻ പവൻ, ഇളയത് ഗ്രാം. അതല്ല, മൂത്ത മോൻ പവൻ, രണ്ടാമത്തെ മോൻ ചന്ദ്. അമ്മാവ എന്തായാലും അമ്മാവൻ കേരളത്തിലോട്ട് വന്നേല്ലേ, ആ ഹിന്ദിക്കാരി അമ്മാവയും കൂടെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹമില്ല അമ്മയൊക്കെ കാണാനെ കൊണ്ട്. അമ്മായി ഇപ്പം അമ്മാവന്റെ കൂടെ ഇല്ല, ഇപ്പൊ വേറൊരുത്തിയ അന്തറക്കാരിയാ. അന്തറക്കാരി റെഡിയാ കല്യാണം കഴിച്ചേക്കുന്നത്. ആന്ധ്രക്കാരി അമ്മ അരിക്ക് മുട്ടില്ലല്ലോ. മുട്ടാവള് മുട്ടുന്നറിയാവോ? ഞാനൊക്കെ തമിഴ്നാട്ടിലോട്ടൊക്കെ ചാടിയാലോ. അതാകുമ്പോ പച്ചക്കറി നോക്കുമല്ലോ. തമിഴ്നാടൊന്നും പോട്ടെ, നമ്മുടെ ഈ കേരളത്തിലോട്ട് വാ. എന്തിനാ ഞാൻ വെറുതെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? നമുക്ക് കാശ്മീർ എന്ന് പിടിച്ചാലോ? കാശ്മീരിൽ തണുപ്പാകുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ വീക്കാട്ട് അടിച്ച് ചിന്തിക്കത്തുള്ളൂ. റെസ്റ്റ് ചെയ്യണം, കാരണം അമ്മാന്റെ മുട്ടിനൂടെ തീരെ വയ്യാത്ത. മുട്ടിനെന്ത് പറ്റി? മുട്ടിന്ന് പറഞ്ഞാൽ പോലീസുകാർ വെടിവെച്ചതാ. ഇവിടെ കടപടാതെ വെടിവെച്ചില്ലയോ? ഈ മുട്ടിനകത്ത് 8 ഉണ്ടാ, ഈ മുട്ടിനകത്ത് 10 ഉണ്ടാ. അതാ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ നടക്കും. അപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കും, എന്നാ ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം എന്താണ്? ഇത് കിടന്ന് കിളിങ്ങുന്നതാ. പിന്നെ വേറെ സംഭവം ഉണ്ടായി. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗുണ്ട
ബൽവാർ സിംഗ്. ബൽവാർ സിംഗ്. ആ ബൽവാർ സിംഗ് എന്നെ വെട്ടണം. എന്റെ പിള്ളേർ പറഞ്ഞു വെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബെറട്രാവെന്ന് പറഞ്ഞു വെട്ടാൻ. അങ്ങനെ ബോംബെ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നപ്പോ ബൽവാർ സിംഗ് എന്നെ ഓടിച്ചു വെട്ടാൻ. 3 ട്രാക്ക് ഇങ്ങനെ കിടക്കുക. 2 ട്രാക്കേക്ക് ട്രെയിൻ പോന്നു, നടക്കത്തെ ട്രാക്ക് ഫ്രീ. ഞാൻ ഈ 2 ട്രെയിൻ പോകുന്ന ഇടയിൽ കൂടെ ഓടുക. ഇവൻ എന്റെ തൊട്ട് പറയുന്നുണ്ട്. ഞാൻ ഓടി അവിടുന്ന് ഒരു ട്രെയിൻ വരുവാടാ വെച്ചേ. ഞാൻ എന്താ ചെയ്യും? അയ്യോ എന്ത് ചെയ്യും? എന്തോ ചെയ്യാ എന്താ ചെയ്യും? എന്താ ചെയ്യും പറ. അല്ല ഞങ്ങൾക്ക് അറിയത്തില്ല. അമ്മനല്ലേ ഓടി, അമ്മനങ്ങ് പറയാം എന്തോ ചെയ്യുമെന്ന്. ശങ്കർജി, ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമില്ല സാധനം ഒന്ന് വാട്സപ്പിൽ ഇട്ട് വെക്കല്ലെന്ന്. ഈ പിള്ളേർക്ക് അറിയത്തില്ല. ഞാൻ ബോംബെ ആയിട്ട് ചോദിക്കുന്നത് മേലെ ഇത്ര സാധനം ഇതിനകത്ത് ഇട്ടേക്കില്ല കേട്ടോ. അപ്പൊ അമ്മ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ദീപാവലി ഇവിടെ നമ്മൾ ആഘോഷിക്കുക. ബോംബെയൊക്കെ ദീപാവലി എന്ന് പറഞ്ഞാൽ കൊച്ചേന്ന് കാണണം. ഭയങ്കര പടക്കം പൊട്ടിയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാനേ എന്റെ കൂട്ടുകാരൻ കുമാർജി അവൻ കയ്യുടെ വെള്ളം വെച്ച് പടക്കം പൊട്ടിച്ചതാ. കൈയുടെ വെള്ളം വെച്ച് പടക്കം ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞ് ഒരൊറ്റ പൊട്ടും മേളിൽ നിന്ന് ടാറ്റ കാണിക്കുന്ന അവന്റെ കയ്യ്. അങ്ങനത്തെ പടക്കമല്ല, ഇവിടെ ടാറ്റൊക്കെ തെറിച്ചു പോയി. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദീപാവലിക്കാൻ തോന്നി ഞാൻ ബോംബെയിലെ ഒരു ചെറിയ ഗുണ്ട് പൊട്ടിച്ചടാ. എന്താ ശബ്ദമായിരുന്നു അത്. എന്നിട്ട് പിറ്റേ ദിവസം അമേരിക്കയിൽ നിന്ന് ബിൽക്കിൻ വിളിച്ച് ഡൽഹി ചോദിച്ചു എന്തോ ഇന്ത്യ എന്നൊരു ചെറിയ ശബ്ദം കേട്ടെന്ന്. അപ്പൊ ഡൽഹിയിലുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാർ പറഞ്ഞു അത് ഗോപാൽജി ചെറിയൊരു പടക്കം പൊട്ടിച്ചാന്നും പറഞ്ഞു. അയ്യോ എന്റെ പൊന്നെ ചിരിച്ച് അമ്മാവൻ ഏറ്റവും ബോംബെ മൊത്തം ഒരാഴ്ച ചിരിയായിരുന്നു. നീ എല്ലാരും വിളിച്ചു വിട്ടിട്ട് ഞാൻ പറഞ്ഞു നീ ചിരിക്കണ്ടെന്ന് പറഞ്ഞു. വിളിച്ചിരിക്കുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ നീ ഇവിടെ ഇരിക്കേണ്ടത്, നീ അവിടെ പോയിരിക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. ഈ ബോംബെക്കാർ ഒരു കരുണയില്ലാത്തവരല്ലേ. നമ്മളൊരൊറ്റ ഒരാളെ എങ്ങനെ അങ്ങ് ഇട്ടേ ദ്രോഹിക്കും. അത് ബോംബെക്കാരല്ലേ. നീ 2 എന്നെ വിളിച്ചു വരുത്തി ഒറ്റയ്ക്ക് ഇരുത്തി ഇത്രയും പറയും. നീ 2 എന്നെ ദ്രോഹിക്കുന്നു. ബോംബെയിലുള്ള ഒരു പാവമാ. വേണ്ട ആഘോഷങ്ങളുടെ നടുവിന്ന് വന്ന മനുഷ്യനാ. ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി അല്ലേ മേടിച്ചോളൂ. നമുക്ക് കുറച്ചും കൂടെ പടക്കം മേടിച്ചോളൂ ഒന്ന് പൊട്ടിച്ചാലോ. ഇടി നമ്മുടെ ഉള്ള അനുസരിച്ചല്ലേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, അമ്മാവനെ കൂടെ വിളി. അത്ര ഒരു സർപ്രൈസ് ഉണ്ടേ, അവിടെ ഇരിക്കട്ടോ. പിന്നെന്താ ഉണ്ട് അമ്മാവ? മധുരമൊക്കെ ഉണ്ടാക്കിയില്ലേ വെച്ചേ? മധുരമുണ്ട്, അത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാനൊരു കരച്ചിലിന്റെ ഭാഗമായിട്ടേ ഞാൻ മേടിച്ചു വെച്ചേക്കാം. നമുക്ക് തുടങ്ങിയാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എനിക്ക് നഷ്ടമാടാ ഇതൊക്കെ അരച്ചു കഴിയുമ്പോഴേ. ആണോ? പകുതി മീശ പിടിക്കും. എങ്ങനെ അതെ ഒരു ഗ്ലാസും ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ടല്ലേ? എന്തിനാ ഗ്ലാസും വെള്ളം? നമുക്ക് പൊട്ടിക്കണ്ടായ സാധനം പൊട്ടിക്കണ്ടായ. അതിന് വേണ്ട, നനഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തില്ലല്ലോ. നനഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തില്ലേ? എന്താ രണ്ടുണ്ട്. എന്താ സംഭവം? പടക്കങ്ങൾ. ഇത് ദീപാവലിയല്ലേ, നമുക്ക് പടക്കം പൊട്ടിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മാനാകുമ്പോ ഞാൻ ഒന്നാമത് പടക്കം കത്തിച്ചേ. പടക്കം പൊട്ടിക്കണ്ട. അല്ല ഒന്നാമത് ഞാനേ ഇവിടെ വീണ്, അപ്പൊ ഇവളെന്നെ കളിയാക്കുക. ഞാൻ പറഞ്ഞ അമ്മാവൻ ബോംബെയിലൊക്കെ കിടുക്കനായിട്ട് പൊട്ടിക്കുന്ന ആളാ. പടക്കം പൊട്ടിക്കണ്ട, പടക്കം വേണ്ടടാ. വലിയ ആഘോഷങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞു പോയാ ഞങ്ങളെ കളിയാക്കുക. പടക്കം പൊട്ടിച്ചിട്ട് വേണോ ദീപാവലി ആഘോഷിക്കാനെ കൊണ്ട്? അതെന്തൊരു വർത്താനം അത്. ആഘോഷം അല്ല, ലൈറ്റ് എടുത്തോണ്ട് വരാം. ലൈറ്റ് എടുത്തോണ്ട് വരാം. വാട്ടർ ടാങ്ക് കൊണ്ടിട്ട് പൊട്ടിക്കട്ടെ. അല്ല അമ്മ അവിടുത്തെ പോലെ വലിയ ഗുണ്ടോ ബോംബോ ഒന്നും വാങ്ങിക്കാൻ വേണ്ട, മാറ്റി പൊട്ടിക്കണ്ടത്. പിന്നെ പൊട്ടിക്കാതെ അത് കൊള്ളാം. ഇത് ലൈസൻസ് ഉള്ളിടത്തുനിന്ന് വാങ്ങിച്ചതാ. ഇത് പൊട്ടിച്ചാൽ കുഴപ്പമില്ല. ലൈസൻസ് ഉണ്ടെങ്കിലും ലേണൻസ് ഉണ്ടെങ്കിലും അത് പൊട്ടിക്കണ്ടത്. പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടിക്കട്ടെ. ദീപാവലിക്ക് ഇവിടെ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം വേണ്ട. ഭയങ്കര അപകടമാണ്. വേണ്ട. നിങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കേണ്ടത്. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും ബോംബെന്ന് ഞാൻ എന്തിനാ നാട്ടിൽ വരുന്നതെന്ന് അറിയാമോ? എന്തിനാ? ദീപാവലിക്ക് അവിടെ പടക്കം പൊട്ടിക്കുന്നത് പേടിച്ചിട്ടാ എന്ന് ഞാൻ നാട്ടിൽ വരുന്നത് എല്ലാ വർഷവും. കിടക്കുന്ന ഇത്രയും ഇവിടെ നിന്ന് ഞാൻ ബോംബെക്കൊക്കെ തിരിച്ചു പോയിക്കോളാം. അമ്മാവൻ ബോംബെക്ക് തിരിച്ചു പോകണ്ട. അമ്മാവനെ ഇനി വിടുന്നില്ല. അമ്മാവൻ ഇവിടെ താമസിച്ചാ മതി. എന്തിന്? അല്ലെങ്കിൽ വർഷാവർഷം ഈ ദീപാവലിക്ക് വന്നുള്ള കള്ളക്കഥ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ അമ്മാവ. കില്ലിക്കട്ടനായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൊരു ദീപാവലി വീട്ടിൽ ആഘോഷിച്ച ആ ഒരു ആഘോഷം പോലെ തന്നെ ഒരു ആഘോഷ സ്കിറ്റായിരുന്നു ഇത്. ജനങ്ങൾക്ക് നിങ്ങളൊരു വിശ്വാസമുണ്ട്.
ആ വിശ്വാസം നിലനിർത്തുന്ന രീതിയിൽ അവർ എന്തോ ആഗ്രഹിക്കണത് അതിലും മേലേലാണ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതെനിക്ക് തോന്നണത് നിങ്ങളുടെ കഴിവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടി ഉണ്ട് കേട്ടോ. അത് കാരണം നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു സ്റ്റാർ ആയാലും ഒരു സിനിമ ആയാലും ഒരു സീരിയലായാലും അപ്പോൾ വലിയൊരു കമ്പനിയൊക്കെ ആയാൽ തന്നെയും നമുക്കൊരു വിശ്വാസം ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ അത് 2 എണ്ണത്തിൽ 3 എണ്ണത്തിൽ ഒതുങ്ങിപ്പോവും. ചിലപ്പോൾ ഒരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒരു കയറ്റത്തിൻ്റെ ഒരു ഇറക്കം എന്ന് പറയുന്നുണ്ട്, ഉണ്ടാവും അങ്ങനെ. പക്ഷേ എനിക്ക് അസൂയ ഉണ്ട്. അങ്ങനെ അസൂയല്ല, നിങ്ങൾ കണ്ണ് വെക്കാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഒരു 5-10 സ്കിറ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. കാരണം അത് ഈ ഫ്ലോറിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ് നിങ്ങൾ. കാരണം അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയോ കാര്യങ്ങളോ അല്ല, എന്നാൽ ഒരു ആർട്ടിസ്റ്റിനും ഒരു ഒരു ടീമിനും വേണ്ട ഒരു പക്വതയാണ് അത് കാണിക്കുന്നത്. മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കും ടീമുകൾക്കും അതൊരു പ്രചോദനമാണ് അത്. കാരണം ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ, ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിരിക്കേണ്ട. കാരണം ഒരു കൗണ്ടർ പോലും നമുക്ക് കേട്ട കൗണ്ടറേ ഇല്ല. ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ പടവില്ലേ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ആ ഈ ഒരു ആംബിയൻസ് ഒക്കെ, ആ വീടും ഈ പുള്ളിക്കാരൻ്റെ നിപ്പും ഇവർ രണ്ടുപേരും അതൊക്കെ കാണുമ്പോൾ എനിക്ക് എവിടെയൊക്കെ അത്, കാരണം അതിനകത്ത് വിറ്റുകളോ കൗണ്ടറുകളോ കാര്യമൊന്നുമല്ല, ഈ പുള്ളിക്കാരൻ വന്ന് നിൽക്കുന്ന നിപ്പ്. അതിക്ക് മുന്നേ 100-150 ദാമോദർജി ആയിരുന്നോ? അത് ദാമോദർജി. ഇത് സുമിയും അതുപോലെ തന്നെ നമ്മുടെ അജീഷും ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് 100-100 എത്തിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ വരാനുള്ളത് മനോജാണ്. ഈ മനോജ് വന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കാരണം മനോജ് വന്നിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 100-100. പിന്നെ മനോജ് വന്നിട്ട് ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ബോംബെന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു ആവർത്തന വിരസത നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഗെറ്റപ്പ് പോലും നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വന്നു നിന്നിട്ട് ആ സബ് ടൈറ്റിൽ കൊടുക്കൂലേ, സബ് ടൈറ്റിൽ കിടില്ല. കാരണം നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതാണല്ലോ ഈ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞത്. ഒരാൾ വന്നു നിന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് തന്നെ ഒരു ബ്രില്യൻ്റ് സാധനമായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ സുമിയുടെ കുറച്ച് കാര്യങ്ങൾ, സുമി അങ്ങോട്ട് പൂണ്ട് വിളയാടായിരുന്നിട്ടത് ഒരു രക്ഷയുണ്ടായില്ല. മഞ്ഞ സാരിയൊക്കെ അതിനനുസരിച്ച് ഇന്നത്തൊക്കെ മാത്രം ഈ ബ്ലൗസും സാരി എടുത്താക്കണം ഈ പാവത്തിനെ കൊണ്ട്. എനിക്ക് ആ പാവ ഇതില്ലേ മറ്റേ ഷൂയിലുള്ള ശബ്ദമില്ലേ ബാക്കിലേക്ക്, അത് നിങ്ങളുടെ ബ്രില്യൻ എന്ന് വെച്ചാൽ അത് വേണ്ട സ്ഥലത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ആഗ്രഹിച്ചു അതെന്ന് വെച്ചാൽ നമ്മുടെ സുമിയുടെ ശബ്ദമേ അല്ല, അത് ആ പാവയുടെ ഒരു ഇതിൽ പി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഉള്ളിൽ വരുന്ന അതേ സൗണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് വെക്കലും അവസാനം കാണിച്ചാൽ ഞാനിപ്പോൾ വെക്കും അടിക്കാം, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ശബ്ദം ഇല്ലെങ്കിൽ പോലും കാല് പൊക്കിയപ്പോൾ എല്ലാവരും ചിരിച്ചു വിടാം. കാരണം ഒരു പി കേൾക്കാന്നുള്ളത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്കത് കാരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഇനി ഒരു 2 പേരൊക്കെ പറയാനുണ്ട്. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റ് വിട്ടിട്ട് സുമി പറയുന്നുണ്ട് ഇവിടെ നിന്ന് വിട്ട് മറ്റേ ലെതർ വീട്ടിൽ കയറി അവിടെയും പൊട്ടിച്ചിട്ട് അത് നേരെ വന്ന് അവിടെ കയറി വന്നിട്ട് നേരെ ഇവിടെ വരണമെന്ന്. അതിൻ്റെ ബൈക്ക് കൗണ്ടർ കിടിലാണ് കേട്ടോ. കാരണം അങ്ങനെ വരാൻ പറ്റിയൊരു ഒറ്റ സാധനമേ ഉള്ളൂ. കാരണം നമ്മുടെ വീട്ടിലെ കുഞ്ഞു മോനായിരിക്കണം, അവിടെ കഴിഞ്ഞിട്ടും വേണ്ടി തിരിച്ച് ഇവിടെ വരാനായിട്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണം? എനിക്ക് ഭയങ്കര അത്ഭുതവും അഭിമാനം തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഈ ടീം വർക്ക് കണ്ടിട്ട്. അപ്പോൾ ഇത് എന്നും നിലനിൽക്കട്ടെ കേട്ടോ. 3 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. കുറേ നാളുകളായിട്ട് ഇല്ലാത്ത ഒരു സാധനം ഇന്ന് കാണാൻ പറ്റി. കാര്യം സുമിയുടെ ആദ്യത്തെ ആ ഒരു 1-2 മിനിറ്റത്തെ ഒരു വൺമാൻ ഷോ ഉണ്ട്, അത് ഇന്ന് കാണാൻ പറ്റി. അതാണ് നമ്മുടെ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. അവിടെ വന്നൊന്ന് പിടിച്ച് ഓഡിയൻസിൻ്റെ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമാന്മാരാണ്. നിങ്ങൾ 3 പേരും ഒരു ബുദ്ധിമതിയും 2 ബുദ്ധിമാന്മാരുമാണ്. ആ സാധനം ആദ്യം കൊടുത്തത് ഇവരെ നേരെ നമ്മുടെയിലേക്ക് അങ്ങ് എത്തിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്ന 1 by 1 ആയിട്ട് വരുന്ന എല്ലാ കൗണ്ടറുകളും അതുക്ക് മേലേക്ക് പോകും. അതിനുശേഷം പിന്നെ 2 man ഷോ ആകും, 2 പേരിൽ നിന്നുള്ള കളിയാകും. സാധാരണ ഇവിടെ 2 പേരിൽ നിന്ന് കളിക്കുമ്പം ചില സ്ഥലങ്ങളിൽ ചില ടീമുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് തമാശകൾ കുറഞ്ഞു പോയിട്ട് അകലം കൂടുന്നതായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. പക്ഷേ നിങ്ങൾ ഈ 2 പേരിൽ നിന്ന് കളിച്ചിട്ട് നിങ്ങൾ 2 പേരും എന്താ കാര്യം, ഒരാൾ വരാനുണ്ടെന്നുള്ളത് അങ്ങ് വിട്ടു നമ്മൾ. ആ 2 പേരിലേക്കായി നമ്മുടെ ശ്രദ്ധ മുഴുവനും. അത്രയും നേരം അതെന്താ കാരണം എന്ന് വെച്ചാൽ അത്രയും നിറച്ചും കൗണ്ടറുകളാണ് അതിൻ്റെ ഉള്ളിൽ.
ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോട് നോട്ട് ചെയ്ത് വെക്കും. ഇതിനെക്കുറിച്ച് പറയണം, ഇതിനെക്കുറിച്ച് ഈ ആളിനെ ഇതെല്ലാം കയറി പറയുകയും ചെയ്യും. പിന്നെ നമുക്കത് പറയാനും പറ്റൂല. എന്നിട്ട് അവൻ അവസാനം പറയും ഇവർക്ക് രണ്ടുപേർക്കും പറയാനില്ല, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും. മൂന്നാമത് വിളിക്കണേ എനിക്കില്ലല്ലോ. ഇത് വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ make sure ചെയ്യുന്നത് ഓരോ സ്കിറ്റിലും എല്ലാവർക്കും ആദ്യം രണ്ടാമതും മൂന്നാമതും പറയാൻ പറ്റും. അല്ല ജീവ, വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് മുഴുവൻ എടുത്ത് കുടിക്കും, എന്നിട്ട് പറയും ബാക്കിയുള്ളവർക്ക് വിരുന്നുകാർക്ക് വേണ്ടി ബാക്കി എന്ന് പറഞ്ഞ് തരണം. ബാക്കിയും കുടിക്കാറുണ്ടല്ലോ, കുടിച്ച് വെച്ചാക്കുന്ന ഭാഗ്യല്ലേ ജീവ? തീർച്ചയായിട്ടും. എന്തായാലും കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര നോട്ട് ചെയ്ത് അത് ഇരിക്കുന്നതുകൊണ്ടാണ് ഓരോരോ മൈന്യൂട്ട് വ്യത്യസ്തമായത് എന്തും കിട്ടിയാലും നമ്മൾ അന്നേരം നോട്ട് ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും. ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു രക്ഷയില്ലാത്ത കൗണ്ടറുകളായിരുന്നു. പിന്നെ മനോജ് ചില സ്ഥലങ്ങളിൽ ഒന്ന് കുറച്ച് നല്ലവണ്ണം അസ്കി ആകുന്നത് ലെജിബിൾ ആകാതെ ചില സ്ഥലങ്ങളിൽ മുങ്ങിപ്പോകുന്നുണ്ട്. നല്ല കൗണ്ടറുകൾ അതെല്ലാം പോകുന്നത്, അതൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് നോക്കണം കേട്ടോ. ചില സ്ഥലങ്ങൾ നമ്മൾ സീക്രട്ടായിട്ട് പറയില്ല, അത് നിങ്ങളുടെ കളിയുടെ ലൈവിൽ അത് പെട്ടുപോകുന്നതാണ്, അത് അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. അങ്ങനെ പറയുന്ന ചില സാധനങ്ങൾ നമുക്കിവിടെ കേൾക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ മാറ്റങ്ങളും ഓരോരോ വെറൈറ്റികളും കൊണ്ടുവരുന്ന നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്ന 3 പേരാണെന്നേ ഞാൻ പറയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. അല്ലേ, നമ്മൾ ഈ കടൽ കണ്ടാലും ഈ ആനയെ കണ്ടാലും എത്ര കണ്ടാലും മതിയാവില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇത് എത്ര നാൾ കണ്ടാലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ പട്ടാളത്തിൽ പോയിന്ന്, അതുപോലെ തന്നെ ഗൾഫിൽ പോയിട്ട്, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ അതാണ് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വന്ന് ഈ തള്ളടിക്കുന്ന അമ്മാവന്മാരുടെ കഥകൾ എത്രയോ നാളായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പുതുമ നശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കൗണ്ടറും ഇല്ലാതെ ഇത്രയും തള്ളുകൾ ഈ തള്ളാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കഴിവാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട, നമുക്കൊക്കെ ജീവിക്കാനുള്ള പൈസ ഉണ്ടാവും. 1000 രൂപ കിട്ടുന്നവനും 1 ലക്ഷം കിട്ടുന്നവനും 10 ലക്ഷം കിട്ടുന്നവനും ഒക്കെ എല്ലാവർക്കും ജീവിക്കാനുള്ള. പക്ഷേ മറ്റുള്ള അടുത്ത വീട്ടിലെ ശോശാമയും കേശവനും കൃഷ്ണൻകുട്ടിയും ജോണും ജീവിക്കുന്നേക്കാൾ ബെറ്ററായിട്ട് ജീവിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾക്ക് പൈസ ടൈറ്റ് വരുന്നത്. ഇവിടെ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് പലരും നമ്മൾ മറന്നു പോകാറുണ്ട്. നമുക്ക് ശരിക്കും നമുക്ക് സാധാരണ ഒരു കാറ് മതി, പക്ഷെ മറ്റവൻ വാങ്ങിച്ചേക്കണം മറ്റേതാണല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള കാറ് വാങ്ങണം. അത് കൃത്യമായിട്ട് സുമി കൊണ്ടുവന്നു. കാരണം ഈ പുള്ളിക്കാരുടെ പോയിന്റ് മുഴുവൻ അപ്പുറത്തേക്കാൾ ബെറ്റർ ആവണം, ഇപ്പുറത്തേക്കാൾ ബെറ്റർ ആവണം. ആ ആംഗിളിൽ അങ്ങോട്ട് പെടിക്കുകയാണ്, മനസ്സിലായില്ലേ? പിന്നെ ഇവരുടെ കൗണ്ടറുകളെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതിനകത്തുള്ള ഇഷ്ടപ്പെട്ട കുറേ തള്ളുകളുണ്ട്. ഒന്ന് ഈ ട്രെയിനിൻ്റെ പുറകിൽ ക്രോസ് വിട്ടത്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് വരച്ച മുതൽ പിന്നെ തല്ല് കിട്ടിയ ശേഷം നമ്മളെയാണ് തല്ലിയെന്ന് അറിഞ്ഞില്ല, കാരണം കണ്ണ് കെട്ടിയിട്ടല്ല തല്ലുന്നത്. എനിക്ക് ചിരിച്ചു പോയ കോമഡി ഇതാ. കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റണല്ലോ നമ്മളെയാണ് തല്ലുന്നത് എന്നുള്ള. പിന്നെ അമ്മ മാല പൊട്ടിച്ച് കൈ തന്നത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സബ് ടൈറ്റിൽ എന്നുള്ള ഒരു ആശയം എങ്ങനെ വന്നു എന്നുള്ളത്. നമ്മുടെ ഒന്നും മനസ്സിൽ ഇത്രയും വർഷമായിട്ട് എൻ്റെ പൊന്നു മനോജ് വന്നിട്ടില്ല. ഈ സബ് ടൈറ്റിൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത്, ഇപ്പുറത്ത് പറഞ്ഞിട്ട് അപ്പുറത്ത്, അതൊരു ഭയങ്കര ഒരു തോട്ടാണ് കേട്ടോ. അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെയും ഒരു സിനിമയിലും ഒന്നിലും കാണാത്ത ഒരു കരച്ചിൽ ഇവിടെ തന്നു. ആ കരച്ചിൽ ഇനി വേറെ ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ, അത് സുമിയുടെ സ്വന്തമാണത്. അത് നമുക്ക് കേൾക്കണം കുറച്ച്. അത് ഉണ്ടല്ലോ, കലാഭമണിക്ക് ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി എവിടെ ചെന്നാലും മണിയുടെ ചിരിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ സുമിയുടെ കരച്ചിൽ തന്നെയാണ്. അത് വേറെ ആർക്കും വിത്ത് സ്റ്റെപ്പ് അതിന് പേറ്റന്റ് എടുക്കാം നമുക്ക് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് ഇനി പറയാനില്ല, ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ സാധാരണ പറയുന്ന പോലെ ഓൾ ദ ബെസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. ഇവർ അടുത്ത പ്രാവശ്യം ഇതിലും ബെറ്റർ ആയിട്ട് വരും എന്നുള്ള ഉറപ്പാണ്. അടിപൊളി. എന്നാ പിന്നെ ഗോപാൽജിക്കും വീട്ടുകാർക്കും ഉള്ള അല്ലേ ദീപാവലിയുടെ കൈനീട്ടം അങ്ങോട്ട് കൊടുത്തേക്കാം. ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാതെ. എത്ര രൂപ? ഞാൻ ഒരു 30,000 രൂപ പടക്കം വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുക. 30,000 രൂപ പടക്കം വാങ്ങിക്കാൻ. ഞാനേ അമ്മാവന് ഇനി ഇവിടുന്ന് പോരാൻ പറ്റില്ല, കട്ടിലിന്റെ ഇടയ്ക്ക് കാല് പോയി, ഇനി വലയെ കുടുങ്ങി, ഇനി പോകാൻ പറ്റൂല. അപ്പൊ ഇത്തിരി പൈസ ആവശ്യമുണ്ട്. ഞാനൊരു 45,000 രൂപ കൊടുക്കും. 75,000 രൂപ സിൽവർ പഞ്ച്. ഞാൻ പോട്ടെ എന്നാ. രണ്ടുപേര് ഇതങ്ങനെ എപ്പോഴും നടക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഈയിടെയായിട്ട് നടക്കുന്നുണ്ട്. 2 ജഡ്ജസ് ചേർന്ന് സിൽവർ പഞ്ച് 75,000 രൂപ. പ്രസാദേട്ടാ തരട്ടെ? ടോട്ടൽ ഗോൾഡൻ പഞ്ച്. ടീം മാസിന്റെ അടുത്ത ഗോൾഡൻ പഞ്ച്. ഗോപാൽ, മുംബൈയിൽ നിന്ന് വന്ന ഗോപാൽജി. അവസരം കട്ടിലിനിടയ്ക്ക് ലോക്കായി പോയ ഗോപാൽജി തുടങ്ങട്ടെ. ഗോപാൽജി, ബിസ്ക്കറ്റ്
പല രീതിയിൽ ഞങ്ങൾ ചെയ്തത്. അതിൽ പടക്കം ഉണ്ടാക്കുന്ന വീടായിരുന്നു. അത് നമ്മൾ മാറ്റി. പിന്നെ അപ്പുറത്ത് അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പടക്കം പൊട്ടിക്കാൻ നേരത്ത് അതിനെ തടസ്സപ്പെടുത്താൻ വരുന്ന ഒരാളാണ്. അതൊക്കെ നോക്കി വിഴിഞ്ഞ് പറഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് ഇതുവരെ ദീപാവലി വടക്കണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. അവിടുന്ന് ആ പടക്കം പൊട്ടിക്കുന്നത് പേടിച്ച് വന്ന ഒരാളായിട്ട് അമ്മാവനായിട്ട് ഞാൻ ചിത്രീകരിച്ചത്. പക്ഷെ ഇത് ഞങ്ങൾ വിചാരിച്ചത് ഇത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഒരെണ്ണം പോലും നനഞ്ഞില്ല, എല്ലാം പൊട്ടി. സന്തോഷം. ഈ പറഞ്ഞല്ലേ എനിക്ക് ഇച്ചിരി പനിയുണ്ട്. അപ്പോൾ റിഹേഴ്സൽ ഒന്നും പ്രോപ്പറായിട്ട് ഞാൻ കുറച്ചൊഴിഞ്ഞു നിന്ന്, എന്നാലും എല്ലാം സെറ്റാക്കിയിട്ട് ഇതിനകത്ത് പല സംഭവങ്ങളും ഇവിടെ വെച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് കൈവിട്ടു പോയത്. എൻ്റെ പോർഷൻ വരുന്ന സമയത്ത് ആ ഭാഗം തൊട്ട് ഇങ്ങോട്ട് റിഹേഴ്സൽ ഇല്ല. ഇവിടെ വന്നൊരു സ്പോട്ടിൽ കുറെ സാധനം പറഞ്ഞു. റിഹേഴ്സൽ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഉണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ട് ഈ പനിയെ കാരണം പ്രോപ്പറായിട്ട് അറ്റൻഡ് മനസ്സിൽ വെച്ചു. ഞാൻ ഈ സ്ട്രെയിൻ ചെയ്ത ചുമയ്ക്കും, അതുകൊണ്ട് ഒരുപാട് പിടിച്ച അതൊന്നും നമുക്ക് എഫക്ട് ആയില്ലട്ടാ. ചൂടായിട്ട് ആ റേസ് ആയിട്ടേ വാങ്ങിക്കാം എന്ന് പറഞ്ഞ എക്സ്ട്രീം ലോ പോകുന്നൊക്കെ അത് അടിപൊളിയാണ്. അങ്ങനത്തെ ഈ സുമി അലച്ചില്ലേ ഇങ്ങനെ പോന്നെ, അത് ഒറ്റ പ്രാവശ്യം ഉള്ളായിരുന്നു. പക്ഷെ അവിടെ ബ്രില്യൻസ് ആയിരുന്നു. അവള് പിന്നെ ഒരു തവണ ഉള്ളായിരുന്നു. അത് പൊളി. ഒറ്റ പ്രാവശ്യം ഉള്ളായിരുന്നു ആ സാധനം. അത് ഒരു ഡിക്ഷണറിയിലും ഇല്ലാത്ത സാധനമാണ്. നമ്മള് സ്വയം സ്റ്റേജ് സുമിയുടെ സന്തോഷം നമ്മളോട് പറയും, എന്നിട്ട് നമ്മുടെ സന്തോഷത്തിൽ സുമി അതൊന്നുകൂടെ കാണിക്കും. അല്ല, മനോജേട്ടൻ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ ഇപ്പൊ കഥയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സിറ്റുവേഷൻ പ്ലേ ആണെങ്കിൽ ചിരി കിട്ടുവാണെങ്കിൽ അത് വലിച്ചോളാൻ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ചില സ്കിറ്റുകൾ കളിക്കുമ്പോൾ കൊതിയ നിർത്താൻ തോന്നത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില ഈ ടീമിൽ ഇത്രയും വന്നിട്ട് എനിക്ക് ഹൈപ്പ് കിട്ടിയത് ഇവരുടെ കൂടെ വന്ന് നിന്നതിന് ശേഷമാണ്. ഒത്തിരി സന്തോഷം. ഇനി പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. എൻ്റെ ഈ പടക്കം വാങ്ങിക്കാൻ പൈസ ഇല്ല. എന്നോട് പറഞ്ഞില്ല. നമ്മൾ ഒരുപാട് ഫെസ്റ്റിവൽ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് എന്താണോ പുറത്ത് നടക്കുന്നത് ആ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും സ്കിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ഈ ഒരു ഗോൾഡൻ ബഞ്ച് അടിച്ചത് ഇത് ദിവാലി സ്പെഷ്യൽ സമയത്താണ് ഇവർ ദിവാലി സ്കിറ്റുമായിട്ട് വന്നത്. ദിവാലി സ്പെഷ്യൽ ഗോൾഡൻ ബഞ്ച് ആണ്. ടീം മാസിന് ഒരിക്കൽ കൂടി വലിയ കൈഡി. അപ്പൊ അടുത്ത പടക്കം പൊട്ടിക്കലാണ്, അടുത്ത സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ഉടനെ പണി എടുക്കും ചേട്ടൻ. ആ ഗോപാൽജി പോയി ഇവിടെ കാണും. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേറയുടെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? കാര്യം ഇന്ന് ദീപാവലി ആയിട്ട് നമ്മൾ ദീപാവലി നല്ല നല്ല വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ആ ആഘോഷം പൂർത്തിയാകണമെങ്കിൽ നമുക്ക് അങ്ങ് കുണ്ടറയെന്ന് പെരുമ്പുഴയെന്ന് ഒരു ഡാൻസ് ടീം വന്നിട്ടുണ്ട്. മയൂര സ്കൂൾ ഓഫ് ഡാൻസ്. അവിടുത്തെ രാതുലിന്റെ കുട്ടികളോട് ചേർന്നിട്ട് ഉഗ്രം പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മുടെ ഐറ്റമേറയ്ക്ക് വേണ്ടിയിട്ട് അവര് കൊറിയോഗ്രാഫി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതങ്ങോട്ട് കണ്ടാലോ? അതായിരിക്കട്ടെ നമ്മുടെ ഐറ്റമേറയുടെ ദീപാവലി വിഷസ് നമ്മുടെ പ്രേക്ഷകർക്ക്. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേറയിലേക്ക് ലെറ്റ്സ് വെൽക്കം മയൂര സ്കൂൾ ഓഫ് ഡാൻസ്. വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ, പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ, കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടരാറായി, അണിമുറ്റത്തൊരു കോണി രാവിൻ മണിവിളക്കെരിയാറായി, ഗോപപ്പെൺകൊടിമാരുടെയോമൽ പീലിക്കനവ് കവർന്നിടാം, മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും പൊന്നുമണിഞ്ഞിടാം, നന്ദൻ ചോര നവരിത ചോര മുരളിയിലൊരു ചെറു നറുപടി അരുളുക, പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ.
മിണ്ടാതെ മൃദുമന്ത്രം ജപിച്ചാട്ടെ മധുരയ്ക്കു വരും നേരം കൃപാരം മിഴി തൊട്ടു തൊഴുതാട്ടെ പൊന്നുറിയൊന്നു മുടക്കരുതൊരുകും വെണ്ണ കവർന്നു മറഞ്ഞവനല്ലേ പൊന്നുറിയൊന്നു മുടക്കരുതൊരുകും വെണ്ണ കവർന്നു മറഞ്ഞവനല്ലേ മുരഹര ഗിരിധര ഹരിവര ചിന്മയ മതി മതി ഇനി മതി നിന്മറിമായം മധുരാഗരവാണി പ്രിയമേറും സുമവേണി വീണാപാണി പാടാമനമായി നിലാവിൻ പാൽമഴ പൊഴിയാനാ കാമജവര ഗമന മദനിധനിസ ഹരിതമദ സാമജവര ഗമന മദ സദ മദ മദ ധനി നിധ സ സാനിധ മദ സാമജവര ഗമന സമദ മദ ഗദ മമ മദ ഗദ നി നി സ നി സ ഗ സ നി സ സൂപ്പർ നല്ലൊരു കൈയടിയാവാം. അത്ര മനോഹരമായ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ദിവാലി സ്പെഷ്യലാണ് നമ്മുടെ ഐറ്റം വേറയിൽ. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പിന്നെ പഠിച്ച പോലെ ദിവാലി എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ലൈറ്റ്സ് എന്നാണ് അല്ലേ. നമ്മൾ ഒരുപാട് പ്രകാശം ഒരുമിച്ച് നിന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത്ര വിഷ്വലി സൂപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ മയൂരം സ്കൂൾ ഓഫ് ഡാൻസ് പെരുമ്പുഴ കുണ്ട്ര അല്ലേ, ഇവർക്കൊരു ഗംഭീര കൈയടി. കിടിലം അല്ലേ? അല്ല, ഇത്രയും നല്ലൊരു സമ്മാനം നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ദീപാവലിക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. അവിടെ ലൈറ്റ് മൊത്തത്തിൽ ലൈറ്റാണ്. ഈ ലൈറ്റ്സിനെല്ലാം ഒന്ന് പരിചയപ്പെട്ടല്ലോ സിർക്ക, എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഒരറ്റത്തൂന്ന് പരിചയപ്പെട്ടു അല്ലേ. എന്റെ പേര് അഞ്ജലി. അഞ്ജലി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. പഠിക്കുവാണോ? പഠിത്തം കഴിഞ്ഞു? അതാ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്തതിനോട്ടോട്ട് പോകാനായിട്ട് നിൽക്കുന്നത്. എന്താ പഠിച്ചത്? ഞാൻ +2 കഴിഞ്ഞിട്ട് ITക്ക് പോയി. ഇപ്പൊ സർവേക്ക് ജോലി ചെയ്തിട്ട് ഇപ്പൊ ലീവിനായിട്ട് നാട്ടിൽ വന്നതാണ്. ചോദിക്കണ്ടായിരുന്നു. ഏത് സ്ഥലം? കൊല്ലം തന്നെ? കൊല്ലം തന്നെ. അടുത്ത ആള് നെക്സ്റ്റ്. എന്റെ പേര് നിഖില. ഞാൻ ഇപ്പോ ഡിഗ്രി 3rd ഇയർ സ്റ്റുഡന്റ്. നിങ്ങളെല്ലാരും കൊല്ലത്തല്ലേ? അപ്പൊ ഇനി സ്ഥലം പറയണ്ട. ഓക്കെ, അടുത്ത ആള്. എന്റെ പേര് അപർണ. അപർണ, എനിക്കും ഉണ്ടൊരു അപർണ. ഏതാ സ്കൂൾ ഏതാ? സ്കൂളോട് പറഞ്ഞോ. ലിറ്റിൽ ഫ്ലവർ. എന്റെ പേര് അവന്തിക. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹായ് അവന്തിക. ഏത് സ്കൂളിലാ മോളെ? സിദ്ധാർത്ഥ. എന്റെ പേര് നേഹ. ഞാൻ 10th പഠിക്കുന്നു. ഏത് സ്കൂള്? SNSM HSS ഇളമ്പള്ളൂർ. അടുത്ത ആള്. പേര് അനാമിക. നഴ്സിംഗ് പഠിക്കുക. ഏത് കോളേജിലാ? RB ബാംഗ്ലൂർ. ഓക്കെ. എന്റെ പേര് ശ്രീമയി. ഞാൻ +1 സ്റ്റുഡന്റ് ആണ്. SVM HSS വെണ്ടാർ. ഓക്കെ. എന്റെ പേര് സായി ശ്രുതി. ഞാൻ ഡിഗ്രി 3rd ഇയർ SM കോളേജ് കൊല്ലം. ഓക്കെ. എൻ്റെ പേര് രാതുൽ. ഞാനിപ്പം 8 വർഷമായിട്ട് മയൂരം സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഡയറക്ടറും നൃത്താധ്യാപകനുമാണ്. അപ്പൊ ഇതിന്റെ എല്ലാമായ ആളാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. നമുക്ക് ഈ അക്കാഡമിയെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ അറിയാം. ഞാൻ ഇവരൊന്ന് പരിചയപ്പെട്ടോട്ടെ. പേരെന്താ മോളെ? ആര്യ. ഞാൻ ഡിഗ്രി പഠിക്കുക SM കോളേജിൽ. എന്റെ പേര് അനാർക്കലി. ഞാൻ +2 സ്റ്റുഡന്റ് ആണ്. ഏത് സ്കൂളിലാ? PSV HSS എഴുകോൺ. അടുത്ത ആള്. എന്റെ പേര് കസ്തൂരി. എന്റെ ഞാൻ +1 സ്റ്റുഡന്റ് ആണ്. ഇരുമ്പനങ്ങാട് APM പഠിക്കുന്നു. ഓക്കെ. എന്റെ പേര് അപർണ. ഞാൻ SNSM HSS ഇളമ്പള്ളൂർ പഠിക്കുന്നു. ഓക്കെ. എന്റെ പേര് രാമലക്ഷ്മി. ഞാൻ +1 TKM. എന്റെ പേര് അനാമിക. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെന്റ് മേരീസ് HSS കിഴക്കേക്കര. അടിപൊളി. നമ്മളെല്ലാരും പരിചയപ്പെട്ടു. ഇനി മാഷ് പറയട്ടെ, മാഷിന്റെ എത്ര വർഷമായി മാഷ്? എത്ര സ്റ്റുഡൻസ് ഉണ്ട് മൊത്തത്തില്? ഇപ്പോൾ ഒരു 180 സ്റ്റുഡൻസിനകത്തുണ്ട്. അതെ. 8 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു കാർ പോർച്ചിൽ തുടങ്ങിയ ഇതാണ്, ഡാൻസ് ക്ലാസ് ആണ്. 3 പേരെ വെച്ച് തുടങ്ങി ഇപ്പം 150 കുട്ടികൾ അടുപ്പിച്ചുണ്ട്. അടിപൊളി. മാഷ് എവിടെയാ പഠിച്ചത്? ഞാൻ ഇപ്പം പഠിക്കുന്നത് കലാക്ഷേത്ര രൂപിക ജൂലിയൻ എന്ന് പറഞ്ഞ കലാക്ഷേത്ര ടീച്ചറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഞാൻ MA കഴിഞ്ഞു. സംസ്കൃതമായിരുന്നു, ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. പിന്നെ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു, നാഷണൽ വിന്നറായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്ത് സ്കിറ്റ് ആൻഡ് ഡ്രാമ ട്രൈബൽ ഡാൻസിന് നാഷണലിൽ പോയതാണ്. നാഷണൽ സെക്കൻഡ്. മാറി നിന്നേക്കാം.
അല്ല, അതല്ല, ഈ ദീപാവലി ദിവസം എന്ന് പറഞ്ഞാൽ ഭാരതം മുഴുവൻ ദീപം കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട് ദീപം കൊണ്ട് അലങ്കാരങ്ങൾ നടത്തും എന്ന ഒരു പഴയ ഒരു സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാവണനെ വധിച്ച ശ്രീരാമൻ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആഘോഷങ്ങൾക്കും ഈ ദീപാവലിയായിട്ട് കണക്റ്റഡ് ആണ്. എന്ത് വന്നാലും ബേസിക്കലി തിന്മക്കെതിരെയുള്ള നന്മയുടെ വിജയത്തിനെയാണ് പ്രതികരിക്കുന്നതാണ് ദീപാവലി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു പുണ്യ ദിവസമാണ് എല്ലാ മതസ്ഥർക്കും സത്യം പറഞ്ഞാൽ. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കിഡിലൻ ഡാൻസ് ആയിരുന്നു, കിഡിലനായിരുന്നു അത്. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് ഒക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇത് ശരിക്കും ഒരു ഫ്യൂഷൻ, ഗംഭീര. ആ പവർ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഭയങ്കര പവർഫുൾ ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു. ഇത് എത്ര ദിവസം കൊണ്ടാണ് കൊറിയോഗ്രാഫി ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പറഞ്ഞു കൊടുക്കൂ മാഷ്. ഒരു രാത്രി. ഓ, സിംഗിൾ നൈറ്റ്. പക്ഷെ ഡാൻസ് ചെയ്തപ്പോ എല്ലാവരുടെയും മൂവ്മെന്റ്സ് എല്ലാം സെയിം അല്ലേ? ഭയങ്കര ഫോർമേഷൻ ഭയങ്കര ഉണ്ട് നിങ്ങളുടെ, ഭയങ്കര അട്രാക്റ്റീവ് ആണ് നിങ്ങളെ കാണാനായിട്ട്. അതേപോലെ കോസ്റ്റ്യൂമും. ആ കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നത് ഈ മയൂര പറയുന്ന പോലെ തന്നെ ഈ 14 മയിലുകൾക്കിടയിൽ ഒരു ആൺമയില്, പെൺമയിലുകൾക്കിടയിൽ അതാണ് അതിനിടയ്ക്ക് ജീവ. ആ അതെ അതെ, ഒരു കോഴി മയിലുകൾക്കിടയിൽ. അല്ല ജീവ അതങ്ങ് വിട്ട് കളഞ്ഞോ, ഞാൻ വിട്ടു. 14 രാധ, ഒരു ശ്രീകൃഷ്ണൻ പോരെ, അപ്പോഴും ഉണ്ട് ഒരു കംസൻ. എന്ത് പറഞ്ഞാലും രക്ഷയില്ലടാ, വരും അത്. എന്നാലും മക്കളെ കിടുക്കി കളഞ്ഞിട്ടാ. ഞാൻ ഈ ഡാൻസ് കാണുന്ന ഒരാളാണ്, അത് യൂട്യൂബിലായാലും സ്റ്റേജിലായാലും ഒക്കെ വലിയ ഡാൻസൊക്കെ നമ്മളെപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അളന്ന് കുറിച്ചിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു നിങ്ങളുടെ. അതുപോലെ തന്നെ ഈ ചടുലമായ സ്റ്റെപ്പുകളും നിങ്ങളുടെ ഈ കോർഡിനേഷൻ ഭയങ്കരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം കൊണ്ടും മനോഹരമായിരുന്നു, നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കോസ്റ്റ്യൂമും കൊണ്ടും. അത് ഈ പറഞ്ഞ പോലെ തന്നെ നടുക്ക് സെന്ററിൽ നിന്ന് കളിക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ രാതുൽ, അത് മനോഹരമായിട്ട് എനിക്കിത് ഇവിടെ വെച്ചിട്ട് തോന്നുന്നത് ഒരു കൃഷ്ണനെ പോലെയാണ്. അത് സെൻറ്റർ കീപ്പായിട്ട് എല്ലാ ഫോർമേഷനിലും സെൻറ്റർ കീപ്പായിട്ട് വന്ന് നിൽക്കുമ്പോഴുള്ള ഒരു ഫോർമേഷൻ കാണിക്കൂലേ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് രാതുൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഓറ വന്ന് നിൽക്കൂല, മൊത്തത്തിലൊരു ഓറ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അത് പേഴ്സണലായിട്ട് പറയേ തന്നെ വേണം. ഞാൻ ഇവിടെ നിന്നിട്ട് കണ്ടപ്പോൾ എന്നെയാണ് ഈ നടുക്ക് കൊണ്ടുവന്നിടുന്നത്. രാതുലിന് പോലെ എന്നെ ഇട്ടിരിക്കും, ഞാൻ മൊത്തം സ്റ്റെപ്പ് കളിക്കാൻ അറിയാൻ പാടില്ല, തെറ്റിക്കും. കാരണം ഇവരെല്ലാം നോക്കിയിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യാതെ മനോഹരമായിട്ടുണ്ട്. 15 പേരും ഗ്രാൻഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മയൂര രാതുലിൻ്റെ ഒരു കേസ് നേരത്തെ പറഞ്ഞു, കാർ പോർച്ചിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ശരിക്കും പാടുപെട്ടിട്ടുണ്ടാവും. അന്നൊരു മടുപ്പ് വരേണ്ടതാണ്. പക്ഷേ ഒറിജിനൽ കലാകാരന്മാർക്കും കലാകാരികൾക്കും അങ്ങനെ മടുപ്പ് വരില്ല. എത്ര നമുക്ക് എഫേർട്ട് എടുക്കണം, അത് എഫേർട്ട് എടുത്താൽ അവിടെ വരെ എത്തുള്ളൊരു നമ്മൾ പാടുപെടുമ്പോൾ ഇനി വേണ്ട മടുത്ത് എന്ന് പറഞ്ഞു പോരുന്ന കലാകാരനും കലാകാരികളല്ല. അവിടെ മരിച്ചു കിടന്നാലും കെട്ടി തൂങ്ങി പിടിച്ചോളണം. അങ്ങനെ വന്നവർക്ക് മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ. ആ ഉയർച്ച ഇപ്പം ഇതിനകത്ത് ഈ മയൂരൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇനി കുറേ വലിച്ചങ്ങ് നീട്ടുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തേലും കൂടി പ്ലീസ്. ഇനി ഇത്തിരി പരിപ്പൂരണി കിട്ടോ, ഞാൻ വിളമ്പി കഴിഞ്ഞു. ശരിയും കൂടെ എന്തായാലും അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. ചമ്മന്തി കൊടുത്ത് തിരി പോ. ഓക്കെ എന്നാ ശരിയാ. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല രസമുള്ള ഡാൻസ് ആയിരുന്നു. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം രാതുലെ. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഓഫ് ഡാൻസിന്റെ പെർഫോമൻസ് കാണാൻ പറ്റി. ഇപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ദീപാവലിക്ക് ഞങ്ങൾക്ക് വന്ന് നല്ലൊരു ഒരു കാഴ്ച സമ്മാനിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നടക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതെല്ലാം ഫുൾഫിൽ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത് ഫ്ലവേഴ്സ് TV ഐറ്റമേറുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി. അങ്ങനെ ദിവാലി സ്പെഷ്യൽ പടക്കം പൊട്ടുന്ന പോലത്തെ എപ്പിസോഡ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കളർഫുൾ ആയിരുന്നു. അപ്പൊ ഈ പിന്നെ ഒരു ഐശ്വര്യം പോസിറ്റിവിറ്റി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ കാണുന്നവർക്ക് ഈ പോസിറ്റിവിറ്റി കൊടുക്കുന്നു. നിങ്ങൾ ഹാപ്പി അല്ലേ? ആ സൂപ്പർ. വന്നപ്പോ മുതൽ എനിക്ക് സൂപ്പർ എന്നുകൊണ്ടിരിക്കുന്ന ആളെ ഇരിപ്പുണ്ട്. അപ്പൊ തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പോവാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളും കൗണ്ടറുകളും ഇട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.